വാർദ്ധക്യം പിടിച്ചിരിക്കുന്ന ഭാര്യ മച്ചിയായ ഈ ദൈവ മനുഷ്യനോട് പറഞ്ഞ പ്രോമിസ് നിങ്ങൾ കേട്ടെ, പ്രോമിസ് നിങ്ങൾ മനസ്സിലാക്കിയേ. ഇമ്പോസിബിൾ, ആ ലോകത്തൊരിക്കലും നടക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷെ ആ ഇമ്പോസിബിളിനെ പോസിബിൾ ആക്കി അതിശക്തമായി പുറത്തു കൊണ്ടുവരാൻ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ. പക്ഷെ ഈ നറുക്കിന്റെ പിന്നില്, ഈ വീണ നറുക്കിന്റെ പിന്നില് ഹല്ലേലൂയ ഒരു ദൈവ പ്രവൃത്തി മറഞ്ഞിരിപ്പുണ്ട്. ഇന്നലകളിൽ കരഞ്ഞില്ലേ, ഇന്നലകളിൽ മടുക്കാതെ പ്രാർത്ഥിച്ചില്ലേ, ഇന്നലകളിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് നെടുമ്പാട് വീണില്ലേ, അതിന്റെ മറുപടിയെ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഒത്തിരി കരയുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ മറുപടി ഭയങ്കര വലുതായിരിക്കും. മുറയിട്ട് കരയുന്ന ചില വിഷയം വിങ്ങിപ്പൊട്ടുന്നത് പോലെ അല്ല, മാറത്തടിച്ച് കരയുന്ന ചില വിഷയത്തിന്റെ മറുപടി നിന്റെ കരത്തിനകത്ത്. ഇന്ന് നിന്റെ അകത്ത് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ ഒരു ജനത്തെ തിരിക്കുവാൻ, വാഗ്ദത്തത്തെ ഇമ്പോസിബിൾ ആയ വാഗ്ദത്തത്തെ അതിശക്തമായ നിലയിൽ പോസിബിൾ ആക്കി തിരിച്ചു തരുവാൻ. നിന്റെ മേലെ വീണ ചില കോളിങ്ങുകൾ, ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഇന്നും എവിടെയോ പൊടി പിടിച്ച് കിടക്കുന്നത് പോലെ കിടക്കുന്നത് പരിശുദ്ധ ആത്മാവ് പുറത്തെടുക്കാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുകയാ. ഈ ദിവസങ്ങളിൽ ഈ ആത്മാവിൽ പ്രാർത്ഥിച്ചോ, എനിക്ക് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാനുണ്ടെന്ന്, എനിക്ക് നിന്നെ കൊണ്ട് ചിലത് ചെയ്യിക്കാനുണ്ടെന്ന് പരിശുദ്ധ ആത്മാവിനോട് ആലോചന കൈമാറുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ആത്മാവിനോട് പറയുന്നു, ഒരു കൂട്ടം തലമുറയെ ഞാൻ നിന്റെ കയ്യിൽ തരുമെന്ന്. നശിച്ചു പോകുന്ന ഒരു കൂട്ടം തലമുറയെ ഞാൻ നിന്റെ കരത്തിൽ തരുമെന്ന് പരിശുദ്ധ ആത്മാവ് ആലോചന കൈമാറുകയാ. എന്നോട് ഇങ്ങനെ ഒരു പദം പരിശുദ്ധ പറയുന്നു, ഒരു ജനറേഷൻ നീ മാതാവായിരിക്കുമെന്ന്.